ഇപ്പൊ കൃഷി ലാഭകരമാണോ? ഇപ്പൊ കൃഷി അവർ ചെയ്യുന്ന ഒരു ലാഭം കഷ്ടപ്പാടാണ്. കഷ്ടപ്പാടാണ്. കൃഷിയിൽ കൂടെ വലുതായിട്ടുള്ള ലാഭം കിട്ടില്ല. ഈ കൃഷി കൊണ്ട് മറ്റൊരു നേട്ടം എന്ന് പറയുന്നത് കൊച്ചു കൊച്ചു കച്ചവടക്കാര്, പാവപ്പെട്ട സ്ത്രീകള് അവര് വന്ന് ഇത് വാങ്ങിക്കും. എങ്ങനെ? രാവിലെ വന്ന് കൂട്ടമായിട്ട് ഇവര് ഒന്നിച്ച് മുറിച്ച് ഇവർക്ക് കൊടുക്കും. ഇവര് ഇതിനെ ചന്തയിൽ കൊണ്ടുപോയി 50 രൂപ 20 രൂപ വെച്ച് ഓരോ പിടി അങ്ങനെ കൊടുത്ത് കൃഷി ചെയ്യും. അല്ല, കച്ചവടം ചെയ്ത് അവർ ഉപജീവന മാർഗം വെക്കുന്ന 10-30 ആൾക്കാർ ഇവിടെ ഉണ്ട്. സ്ത്രീകൾ രാവിലെ വന്ന് കുടുംബം പുലർത്താൻ വേണ്ടി അവര് കഷ്ടപ്പെട്ട് ഇത് രാവിലെ വന്ന് ഇത് വാങ്ങിക്കൊണ്ട് പോയി മാർക്കറ്റ് എന്ന് വെച്ചാൽ കാഞ്ഞിരക്കുളം, പുത്തങ്കല, പൂവാറ്, നെയ്യാറ്റിങ്കര ഈ ഭാഗങ്ങളിലെല്ലാം ഈ വ്ളാത്താങ്കര ചീര എന്ന് പറഞ്ഞാൽ വളരെ ഗംഭീരമായ പേരാണ്. ഈ വ്ളാത്താങ്കര നമ്മൾ ചേട്ടൻ പറഞ്ഞ പോലെ നമ്മുടെ വലിയ കൃഷി, പച്ചക്കറി കൃഷികൾ, പ്രധാനമായിട്ടും ചീരകൃഷിയായിട്ട് നടക്കുന്നത്. അപ്പൊ ഇതിനെ കുറിച്ചൊന്ന് അറിയാനാണ് ഞാൻ വന്നത്. പേരെന്താണ്? എന്റെ പേര് ജോൺ റോസ്. ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഞാൻ LIC ആണ്. കൃഷി ഉണ്ടോ? കൃഷിയുണ്ട്. ഇപ്പൊ ഈ ഇല എന്ന് പറയുന്നത് കൂട്ടമായിട്ട് കൃഷി ചെയ്യുന്നതാണോ അതാരെങ്കിലും ഒരാൾ കൃഷി ചെയ്യുന്നതാണോ? ഇത് കൂട്ടമായിട്ടല്ല, ഇത് ചെയ്യുന്നത് സബ് വെച്ച്. എന്ന് വെച്ചാൽ ഈ ഭൂമി ഇല്ലാത്തവര് 50 സെന്റ് പാട്ടം പോലെ എടുത്ത് അവർക്ക് ജമ്മിക്ക് പൈസ കൊടുക്കുകയും ഇവർക്ക് അധ്വാനിച്ച് വരുമാനം ഉണ്ടാക്കുന്നു. ചീരയാണ് പ്രധാനം. ഇവിടെ ചീര, വാഴക്കൃഷി, മരിച്ചീനി, കപ്പ. അവിടെ നമ്മുടെ നാട്ടിൽ വരുന്ന കൂടുതൽ കപ്പയും ചീരയും വാഴക്കുലകളുണ്ടോ? അങ്ങനെ അങ്ങോട്ടുണ്ട്. ഇതിന്റെ തുടക്കമാണ്. നമുക്കത് എല്ലാം വിശദമായിട്ട് കാണാം. ഇത് വാഴ, ഇത് കപ്പ, അതാ ചീര. മനസ്സിലായില്ലേ? പിന്നെ വീണ്ടും വാഴ. ഇതിപ്പോ ഈ റോഡെ അങ്ങ് പോയി കഴിഞ്ഞാൽ ഒരു വലിയ കുളം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അതിന്റെ ഭാഗത്തൊക്കെ ഇതിന്റെ കേന്ദ്രമാണ്. ഇപ്പൊ നമ്മൾ വണ്ടിയിൽ പോയാൽ തന്നെ കാണാം. പിന്നെ വലിയ കുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി. ഇപ്പൊ കൃഷി ലാഭകരമാണോ? ഇപ്പൊ കൃഷി അവർ ചെയ്യുന്ന ഒരു ലാഭം കഷ്ടപ്പാടാണ്. കൃഷിയിൽ കൂടെ വലുതായിട്ടുള്ള ലാഭം കിട്ടില്ല. ഈ കൃഷി കൊണ്ട് മറ്റൊരു നേട്ടം എന്ന് പറയുന്നത് കൊച്ചു കൊച്ചു കച്ചവടക്കാര്, പാവപ്പെട്ട സ്ത്രീകള് അവര് വന്ന് ഇത് വാങ്ങിക്കും. എങ്ങനെ? രാവിലെ വന്ന് കൂട്ടമായിട്ട് ഇവര് ഒന്നിച്ച് മുറിച്ച് ഇവർക്ക് കൊടുക്കും. ഇവര് ഇതിനെ ചന്തയിൽ കൊണ്ടുപോയി 50 രൂപ 20 രൂപ വെച്ച് ഓരോ പിടി അങ്ങനെ കൊടുത്ത് കൃഷി ചെയ്യും. അല്ല, കച്ചവടം ചെയ്ത് അവർ ഉപജീവന മാർഗം വെക്കുന്ന 10-30 ആൾക്കാർ ഇവിടെ ഉണ്ട്. സ്ത്രീകൾ രാവിലെ വന്ന് കുടുംബം പുലർത്താൻ വേണ്ടി അവര് കഷ്ടപ്പെട്ട് ഇത് രാവിലെ വന്ന് ഇത് വാങ്ങിക്കൊണ്ട് പോയി മാർക്കറ്റ് എന്ന് വെച്ചാൽ കാഞ്ഞിരക്കുളം, പുത്തങ്കല, പൂവാറ്, നെയ്യാറ്റിങ്കര ഈ ഭാഗങ്ങളിലെല്ലാം ഈ വ്ളാത്താങ്കര ചീര എന്ന് പറഞ്ഞാൽ വളരെ ഗംഭീരമായ പേരാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഇതുകൊണ്ട് ഒത്തിരി പാവപ്പെട്ട സ്ത്രീകൾ ജീവിക്കുന്നു. അവർക്കൊരു ഭയങ്കര ഉപജീവനം. ഇവർക്ക് പാട്ടത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് വലിയ ലാഭമൊന്നും ഉണ്ടാവില്ല. കഷ്ടപ്പെട്ട ഇതാണ്. ഡെയിലി ഇതിനെ പരിപാലിക്കണം. പോകുന്നുണ്ട്. വൈകുന്നേരം ചായയൊക്കെ കുടിച്ചുകൊണ്ടാണ് അവര് അങ്ങോട്ട് പോകുന്നത്. ആ മുമ്പേ എന്ന് പറഞ്ഞാൽ പുല്ല്, ഇതിനകത്തുള്ള കേടുള്ള പുല്ല് അത് പശുവിനും അവരെ കാലികൾക്ക് കൊടുക്കും. ഇദ്ദേഹം അവർ ചെന്ന് നിന്ന് ഈ തൈലമൊക്കെ അടിച്ച്, തൈല വലുതായിട്ട് അടിക്കാൻ സംഭവിക്കില്ല. ഈ ചീരയ്ക്കൊന്നും തൈല അടിക്കില്ല. ഇവിടുത്തെ ചീര ലൈലടി തൈല അടിച്ചു കഴിഞ്ഞാൽ ഇത് സമ്മതിക്കില്ല. ഈ കച്ചവടത്തിന് അത് ദോഷമാണ്. പക്ഷെ ഇതിന്റെ നമ്മൾ കൊച്ചു പിള്ളേരുടെ പാത്രത്തിൽ ചോറ് ഇങ്ങനെ വെച്ചു കൊടുത്തു പോയാൽ ഈ ചീര വെച്ച് കഴിഞ്ഞാൽ, ആ കൂട്ടാൻ വെച്ച് കഴിഞ്ഞാൽ അറ്റം വരെ ചോച്ചോയായിരിക്കും. കളർ കിട്ടും. ഭയങ്കര കളർ. ഇതിനെക്കാളും കളറായി. രുചി ഭയങ്കരമാണ്. നല്ല ഈ വിളഞ്ഞ തേങ്ങ ഒക്കെ അത് പ്രിപ്പയർ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ സാറ് കഴിച്ചാൽ പിന്നെ സാറത് പിന്നെയും വേണമെന്ന് പറയും. ഇവിടുത്തെ ചീരയൊക്കെ മറ്റുള്ള പാവങ്ങൾ ഒത്തിരി ഇവരുകൊണ്ട് ജീവിക്കുന്നു. അല്ല, ഇപ്പോഴും ഈ കൃഷി എന്ന് പറയുന്ന ഒരു കാര്യം ആരെങ്കിലും ഒക്കെ കൃഷി ചെയ്യാൻ വേണം. എല്ലാവരും അങ്ങനെ ജീവിക്കും. അങ്ങനെയല്ല സാർ. പിന്നെ കൃഷിക്കാരുള്ള മക്കളാരും ഇപ്പൊ കൃഷിയിലേക്ക് ഇറങ്ങുന്നില്ല. ലാഭമില്ല. അതിനകത്ത് അവരെ പ്രലോഭിപ്പിക്കാൻ പറ്റിയ ഒന്നും അല്ല. ഈ മണ്ണിനോട് ബന്ധപ്പെട്ട് മണ്ണുമായിട്ട് മല്ലടിച്ച് ജീവിക്കുക എന്ന് പറയുന്നത്, മണ്ണിനെ സ്നേഹിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് ഭയങ്കര സംഭവമാണ്. അവർക്ക് ഇട്ടിട്ട് പോകില്ല. അതിൽ കിട്ടുന്ന അനുഭവം ഭയങ്കരമാണ്. അതിലൊരു നന്മയുണ്ട്. ഇതിപ്പോ ഇവര് വാഴ ഒന്നിച്ച് മുറിക്കും,
കൊല ഒന്നിച്ച് മുറിക്കുന്നു. ഈ കൊല ഇവർ ആട്ടോയിലോ ഈ ചെറിയ മറ്റേ വണ്ടികൾ 4 വീലുള്ള വണ്ടികളുണ്ടല്ല ഒന്നിച്ച് കയറ്റുന്നു, പൂഴിക്കുന്നു എന്നാണ് ചന്തയിൽ കൊണ്ടു കൊടുക്കുന്നത്. അവിടെ ഇതിൻ്റെ ഇതുണ്ട്, അത് ഈ കച്ചവടം ചെയ്യുന്ന സഹകരണ സംഘങ്ങളോ? സഹകരണ സംഘം. അവിടെ കൊടുക്കുന്നു, ഓണം പൈസ. അല്ലെങ്കിൽ അവർ പറയും കാർഡ് എഴുതി കൊടുക്കും, ഇന്ന ദിവസം നിങ്ങളെ പൈസ തരും. അന്ന് അവരങ്ങ് പോകും, വാങ്ങിക്കും. അവിടെ നിന്ന് വളങ്ങൾ വാങ്ങിക്കും, കമ്പോസ്റ്റ് വളങ്ങൾ, അത് ഇത് ചപ്പ് വളം എല്ലാം വാങ്ങിക്കൊണ്ട് വന്ന് അങ്ങോട്ട് ചെയ്യും. ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒരു ചാലിനകത്തായിരിക്കും നിൽക്കുന്നത്. എങ്ങനെ ഈ വെള്ളം ഒഴിക്കാൻ പണ്ട് ഞങ്ങളെ കാലത്ത് എൻ്റെ അപ്പനൊക്കെ ഞങ്ങളപ്പനെന്നാണ് പറയുന്നത്, അച്ഛനെന്നല്ല അങ്ങനെ അവരൊക്കെ എന്ന് വെച്ചാൽ ഈ 2 ഇതുള്ള ഒരു തോളിൽ വെച്ചാണ് വെള്ളം കൊണ്ട് കോറുന്നത്. ഈ പാള, ഈ കമുകിന്റെ പാള കോട്ടിയാണ് ഇത്. 2 ഞാനും വരെ കോരിയിട്ടുണ്ട്. അത് കൊടി കൃഷിക്ക്. അന്ന് കൊടി കൊണ്ടാണ് ജീവിക്കുന്നത്. മുറുക്കാൻ കുറവ്, കൊടിയില്ല, കൊടിയൊന്നുമില്ല. കൊടിക്കൊക്കെ ഇപ്പൊ ഭയങ്കര തീ പിടിച്ച വിലയാണ്, മനസ്സിലായില്ല. അപ്പൊ ഇവിടെ ചീര കൊണ്ട് ജീവിക്കുന്ന കുറെ ആളുകളുണ്ട്, ഒത്തിരി ആളുണ്ട്, ഒത്തിരി ആളുണ്ട്. വളാട്ടാങ്കര ചീരയും വളാട്ടാങ്കര ഇതൊരു ഗ്രാമപ്രദേശമാണ്. മനസ്സിലായി, ഇതൊരു കൊച്ചു ഗ്രാമപ്രദേശം. നമ്മളെ വളാട്ടാങ്കര ചർച്ചിലും ഒക്കെ ഉത്സവം എന്ന് വെച്ചാൽ ഇവിടെ ഗ്രാമീണ ഉത്സവമാണ്. അത് 15 ആഗസ്റ്റ് 15, 14, 15 വന്നപ്പോഴത്തേക്ക് ബസ്സുകളൊക്കെ ഫ്രീ സർവീസ് ആയിട്ടാണ് വരുന്നത്. ഫ്രീ സർവീസ് ഉണ്ട്. അവര് ഉത്സവം പ്രമാണിച്ച് വണ്ടി വിട്ടോൾ തിരുവനന്തപുരത്ത് അത്രയും ജനപ്രളയമാണ്. ഇവിടെ അങ്ങോട്ട് പോകുമ്പോഴാണ് പൂഴിക്കുന്ന്. ഇവിടെ നിന്ന് പോകുമ്പോൾ പൂഴിക്കുന്നിന്റെ പ്രത്യേകത എന്താണ്? അല്ല, ഈ കച്ചവടത്തിന് നമ്മൾ കൊണ്ടുപോകുന്ന സ്ഥലം, മാർക്കറ്റ്. അതിന് അങ്ങോട്ടും കൃഷി സ്ഥലങ്ങളുണ്ട്. പിന്നെ ഇവിടെ ഈ അവിടെ ചെന്നുള്ള വലിയ കുളം, ആ വലിയ കുളത്ത് ചെന്നാൽ അവരങ്ങോട്ട് തിരിച്ചു വിടുന്നത് എല്ലാം കൃഷി സ്ഥലങ്ങളാണ്. വാഴ, ചീര, പിന്നെ എൻ്റെ ഇടയിൽ കൂടെ വെള്ളരി നടന്നവരുണ്ട്. വെള്ളരി നട്ടാന്ന് വെച്ചാൽ ഇപ്പൊ അങ്ങനെ ഈ പിന്നെ ഗുണം ഉണ്ടാകുന്നില്ല. വെള്ളപ്പൊക്കം, മഴ പെയ്താൽ എന്ന് വെച്ചാൽ ഒത്തിരി ദിവസം കൊണ്ട് ഫലം കിട്ടുന്നതാണ് ഈ വെള്ളരി. അപ്പോൾ എന്തായാലും കൃഷി ചെയ്യാൻ കുറച്ച് ആളുകളെങ്കിലും ഇപ്പോഴുണ്ട്, കൃഷിയെ സ്നേഹിക്കുന്നവർ ഇതുപോലെ ഗ്രാമപ്രദേശങ്ങളിൽ ഉള്ളത് കൊണ്ട് നമ്മൾ അന്നം കഴിക്കുന്നു. അല്ലാതെ എല്ലാവരും ഉദ്യോഗസ്ഥന്മാരായി കഴിഞ്ഞാൽ നടക്കത്തില്ലല്ലോ. ഇല്ല, ഇവിടെ നമ്മൾ ഈ ചീരയും ഇതെല്ലാം കഴിക്കുന്നത് അതെല്ലാം പാകത്തിൽ ചെയ്ത പോകണം. നെയ്യാറ്റിൻകര ബസ് സ്റ്റാൻഡ് സ്ഥലത്ത് 5 മണിക്ക് 5 മണിയാകുമ്പോൾ 5-5:30 ആ ബസ് കയറുന്ന സ്ഥലത്ത് ചെന്ന് നിന്നാൽ ചീര, വളാത്താങ്കര ചീര അമ്മച്ചിമാരി ഇവിടെ കൊണ്ടുള്ള ചീരകളാണ്. വളാത്താങ്കര എന്ന് പറഞ്ഞാൽ ചാടി ഉദ്യോഗസ്ഥ സ്ത്രീകൾ വാങ്ങിക്കും. അവർക്കറിയാം, അവർക്ക് എൻ്റെ പ്രത്യേകത അവർ തന്നെ പറയും. ഇനി ആ തിരുവനന്തപുരത്തുള്ളവരൊന്ന് ശ്രദ്ധിച്ചോ, വളാത്താങ്കര ചീര എന്ന് പറഞ്ഞ് കണ്ടു കഴിഞ്ഞാൽ അത് വാങ്ങിച്ചോ. തൈ വാങ്ങിക്കുന്നു. ഇവിടെ പല ആൾക്കാർ വന്ന് വിത്ത് വാങ്ങിക്കുന്നു. ഈ വിത്ത് വാങ്ങിച്ചോ, കണ്ണൂരിലെന്നൊരു പാർട്ടി വന്ന് വിത്ത് വാങ്ങിക്കൊണ്ടുപോയി. അവർക്കിത് അവരെ വീട്ടുവളപ്പിലൊക്കെ കൃഷി ചെയ്യാൻ വേണ്ടി 50 ഗ്രാം വിത്ത് വാങ്ങിച്ചാൽ ഒരുപാട് സ്ഥലത്ത് കൃഷി ചെയ്യാം. അപ്പോൾ ജോൺ ചേട്ടാ ഒരുപാട് പേരുടെ ലൈഫ് കവർ ചെയ്ത ആളാണ്. അപ്പോൾ ഒത്തിരി ആൾക്കാരുടെ കവർ ചെയ്തു. ഞാനും അധ്വാനിച്ച ഒരാളാണ്. ഞാൻ ജോലി ഉണ്ടായിരുന്ന ആളാണ്. ജോലി കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ LIC-യിൽ വന്നത്. LIC വന്നെങ്കിലും എനിക്കിത് ഇപ്പം അങ്ങോട്ട് പോയ ആൾ എൻ്റെ ഭൂമിയിലാണ് കൃഷി ചെയ്യുന്നത്, ഏത്തവാഴ കൃഷി. ആ ഏത്തവാഴ കൃഷി അകത്തേക്ക് ഒരു കൊല കൊണ്ട് അവിടെ ഇന്ന് രാവിലെ കൊടുത്തു. അതിൻ്റെ ഒരു ഫലമാണ് ഇത് കഴിച്ചിട്ടാണ്. അതാണ് ഈ ആരോഗ്യം. ഇതാണ് ഈ കൃഷി മണ്ണും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്മയുടെ പ്രതീകങ്ങളാണ്. ഈ മണ്ണ് കൊണ്ടാണ് ഒത്തിരി ആൾക്കാർ ഇവിടെ അവർ അന്നം കഴിക്കുന്നത്. അത് നിങ്ങൾ മാത്രമല്ല, മറ്റുള്ള പുറത്തുള്ളവർ ഈ ഗ്രാമപ്രദേശവും എവിടെയെല്ലാം ഈ ചീര, നെയ്യാറ്റിൻകര, അങ്ങ് പെരുമ്പഴിത്തൂര്, പിന്നെ കാട്ടാക്കട വരെ ഇതൊക്കെ കാണാനും കേൾക്കാനുമാണ് നമ്മൾ കേരള കോളിംഗ് എന്ന് പറഞ്ഞ് യാത്ര ചെയ്യുന്നത്. ഞാൻ ഈ കഷ്ടപ്പെട്ട് യാത്ര ചെയ്യുന്നത് നിങ്ങളോടൊപ്പം, നിങ്ങൾ എന്നോടൊപ്പം വരാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും വരുമെന്ന പ്രതീക്ഷയിൽ നമുക്ക് നടക്കാം. ഞങ്ങളവിടെ പോയി നമ്മളും മണ്ണിൻ്റെ മണമൊക്കെ ആസ്വദിച്ച് കൃഷിസ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ച് പോവുകയാണ്. അതാ അപ്പുറത്ത് കപ്പ കൃഷി, ഇപ്പോഴത്തെ വാഴക്കൃഷി, നേരെ നോക്കുമ്പോൾ ചീരക്കൃഷി, അങ്ങനെ കൃഷികൾ. ചീരപ്പാടം, നല്ല ചുവന്ന ചീരപ്പാടം. അത് പറഞ്ഞ ശരിയാണ് കേട്ടോ. എന്ത് കളറായത് ചീരയ്ക്ക്. വളരെ ബ്യൂട്ടി ആയിരിക്കുന്നു. സിനിമാക്കാർ കണ്ടു കഴിഞ്ഞാൽ ഇത് ലൊക്കേഷനായിട്ട് എടുക്കുമല്ലോ. എന്ത് ബ്യൂട്ടി ആയിരിക്കുന്ന ചീര. ഇതിങ്ങനെ പാടം, ഈ ഏക്കർ കണക്കിന് പാടം ഉണ്ടെന്നാണ് പറയുന്നത് ഇവിടെ. വെള്ളം കോരിയൊക്കെ ഒഴിക്കുന്നുണ്ട് അവിടെ ഒരു ചേട്ടൻ. പുതിയ വിത്തിട്ട് കിളിച്ച് വരികയാണ് ചീര കുഞ്ഞുങ്ങൾ.
വിത്ത് നട്ട് ഇത് ഇനി അവിടെ ഇവിടെ വെള്ളത്തിന് വേണ്ടിയിട്ട് വെള്ളത്തിൻ്റെ ലഭ്യതയ്ക്ക് വേണ്ടിയിട്ട് ചാല് കീറിയിട്ടുണ്ട്. ഇവിടെ നിന്ന് വെള്ളം കോരി തളിക്കാൻ പറ്റും. ഇത് പഴയ പരമ്പരാഗത കൃഷി സമ്പ്രദായമാണ്. ഡ്രിപ്പ് ഇറിഗേഷൻ പോലുള്ള ആധുനിക സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് ഇവർ പരമ്പരാഗത രീതി തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അവിടെ വാഴത്തോട്ടം, വാഴക്കന്നുകൾ വരുന്നു. അവിടെ എല്ലാവരും വെള്ളം കോരി ഒഴിക്കുകയാണ്. കുഞ്ചീര ഇലകൾ, നല്ല ഇലകൾ. എപ്പോഴും പറയാറുണ്ട്, ഈ പുഴു കുത്തെടുത്ത ഇലകൾ ഉണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും. അതിനകത്ത് മറ്റേ കീടനാശിനിയൊന്നും അടിച്ചിട്ടുണ്ടാവില്ല എന്ന് കണ്ടോ. ഇവിടെ അധികം കീടനാശിനി അടിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ പുഴുക്കുത്തുള്ള ഇലകൾ. അവിടെ മിക്കവാറും അതിനകത്ത് എല്ലാത്തിലും കാണാനുണ്ട്. അല്ല, ചന്തമുള്ള ഇലകൾ നോക്കി വാങ്ങിക്കരുത്. അതിനകത്ത് കീടനാശിനിയൊക്കെ എന്തായാലും ഉണ്ടാവും. നമ്മളൊരു വലിയ പാലത്തിൽ കൂടെ സഞ്ചരിച്ചാണ് അങ്ങോട്ട് അപ്പുറത്തേക്ക് എത്തുന്നത്. അവിടെയും ഒരു ചേട്ടൻ ചീരകൃഷി വെള്ളമൊഴിക്കുന്നു. പാടം അങ്ങനെ ഇതെങ്ങനെ ഇല അങ്ങനെ കവർ ചെയ്ത് കിടക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ കൃഷി എന്ന് പറയുന്നത്. കൃഷി അല്പം വസ്തു അല്പം മണ്ണ് സ്വന്തമായിട്ടുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു കൃഷി ചെയ്യാനുള്ള മനസ്സ് നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ കർഷകരില്ലെങ്കിൽ ലോകമില്ല. നമ്മൾ ഈ കാഴ്ചകൾ കാണാൻ നാളെയും വരും. ഈ കാഴ്ചകളല്ല, ഇതുപോലുള്ള കാഴ്ചകൾ കാണാൻ നാളെയും വരും. എല്ലാവരും ഒപ്പം ഉണ്ടാകുക. താങ്ക് യു.